ഹലോ കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അഞ്ജു ഖർബന്ദ എഴുതിയ ഖിഡ്കി എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളും ആക്ടിവിറ്റികളുമാണ്. ചോദ്യം 1. एसी के बजाय जनरल कोच से सफर का आनंद लेना, इसका मतलब क्या हो सकता है? एसी കോച്ചിനു പകരം ജനറൽ കോച്ചിൽ യാത്ര ആസ്വദിക്കാം. ഇതിന്റെ അർത്ഥമെന്താകാം? ഉത്തർ: लेखक आम लोगों के जीवन को करीब से देखना और उनके अनुभवों को महसूस करना चाहते थे. സാധാരണക്കാരുടെ ജീവിതം അടുത്തറിയാനും അവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കാനും ലേഖകൻ ആഗ്രഹിച്ചു എന്നാണ് ഇതിനർത്ഥം. ചോദ്യം 2. യുവതി കാ ഗല റൂന്ധ് ജാനെ കാ കാരൺ ക്യാ ഹോ സക്താ ഹൈ? യുവതിയുടെ തൊണ്ടയിടറാൻ കാരണമെന്താകാം? ഉത്തർ: अपनी मेहनत का उचित मूल्य न मिलने और अपनी मजबूरी के कारण वह दुखी हो गई थी. തന്റെ കഠിനാധ്വാനത്തിന് അർഹമായ വില ലഭിക്കാത്തതിനാലും തന്റെ നിസ്സഹായാവസ്ഥ കാരണവും അവൾക്ക് സങ്കടം വന്നു. ചോദ്യം 3. वो एक बार में ही 150 में मान गई, गलती की, थोड़ा तोल मोल और करना चाहिए था. इस कथन से लोगों के किस मनोभाव का परिचय मिलता है? അവൾ പെട്ടെന്ന് തന്നെ 150 രൂപയ്ക്ക് സമ്മതിച്ചു. അല്പം കൂടി വിലപേഷണമായിരുന്നു. ഈ പ്രസ്താവന ആളുകളുടെ ഏതു മനോഭാവത്തെയാണ് കാണിക്കുന്നത്? ഉത്തർ: ये कथन लोगों की हर चीज में ज्यादा से ज्यादा तोलमोल करने की लालची प्रवृत्ति को दर्शाता है. എല്ലാ കാര്യങ്ങളിലും അമിതമായി വിലപേശുന്ന ആളുകളുടെ സ്വാർത്ഥതയും ആർത്തിയും നിറഞ്ഞ സ്വഭാവത്തെയാണ് ഇത് കാണിക്കുന്നത്. ചോദ്യം 4. उनकी आंखों में भी वही नमी थी जो आज उस युवती की आंखों में थी. लेखक के पिताजी और उस युवती में कौन सी समानता हो सकती है? അവരുടെ കണ്ണുകളിലും അതേ നനവുണ്ടായിരുന്നു, ഇന്നാ യുവതിയുടെ കണ്ണുകളിൽ കണ്ടതുപോലെ. ലേഖകന്റെ പിതാവും ആ യുവതിയും തമ്മിലുള്ള സാമ്യം എന്തായിരിക്കാം? ഉത്തർ: दोनों ही कड़ी मेहनत करके अपना जीवन चलाने वाले गरीब और स्वाभिमानी लोग थे. രണ്ടുപേരും കഠിനാധ്വാനം ചെയ്ത് ജീവിതം നയിക്കുന്ന ദരിദ്രരും എന്നാൽ ആത്മാഭിമാനമുള്ളവരുമായിരുന്നു എന്നതാണ് അവർ തമ്മിലുള്ള സാമ്യം. ഗതിവിദ്യ ആക്ടിവിറ്റീസ്. കഹാനി പഠേ ഓർ റിക്ത സ്ഥാൻ കെ പൂർത്തി കരേ. കഥ വായിച്ച് ഒഴിവുകൾ പൂരിപ്പിക്കുക. ഉത്തർ: നമൂനെ കെ അനുസാർ വാക്യോं को बदलकर लिखें. ഉദാഹരണത്തിനനുസരിച്ച് വാക്യങ്ങൾ മാറ്റിയെഴുതുക. ഉത്തർ: ചോദ്യം. रेलगाड़ी के अनुभव ने पति को अपने पिता की याद दिलाई. उसकी डायरी लिखें. ട്രെയിൻ യാത്രയിലെ അനുഭവം ഭർത്താവിനെ തന്റെ അച്ഛനെ ഓർമ്മിപ്പിച്ചു. അതിന്റെ ഒരു ഡയറി എഴുതുക. कहानी की खिड़की अनेक आशयों का सूचक है, समझाएं. കഥയിലെ ജാലകം ഖിഡ്കി പല അർത്ഥങ്ങളെയും സൂചിപ്പിക്കുന്നതാണ്, വിശദീകരിക്കുക. उत्तर: कहानी में खिड़की यादों और भावनाओं का प्रतीक है. खिड़की से बाहर देखते हुए पति एक युवती को देखकर अपने पिता को याद करता है. इस प्रकार खिड़की वर्तमान और अतीत को जोड़ती है. കഥയിലെ ജാലകം ഓർമ്മകളുടെയും വികാരങ്ങളുടെയും പ്രതീകമാണ്. ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഭർത്താവ് ഒരു യുവതിയെ കണ്ടു തന്റെ അച്ഛനെ ഓർക്കുന്നു. അതിനാൽ ജാലകം ഇപ്പോഴത്തെയും കഴിഞ്ഞ കാലത്തെയും ബന്ധിപ്പിക്കുന്നു. ഇനി അവസാനത്തെ ചോദ്യം. कहानी के लिए और एक शीर्षक सुझाएं. उसका औचित्य भी बताइए. കഥയ്ക്ക് മറ്റൊരു ശീർഷകം നിർദ്ദേശിക്കുക. അതിന്റെ യുക്തിയും വിശദീകരിക്കുക. उत्तर: पिता की याद. इस कहानी का एक अन्य शीर्षक पिता की याद हो सकता है, क्योंकि रेलगाड़ी के अनुभव के दौरान पति को अपने पिता की याद आती है. पूरी कहानी में पिता की स्मृतियां और उनके जीवन संघर्ष मुख्य रूप से दिखाई देते हैं. ഈ കഥയ്ക്ക് മറ്റൊരു ശീർഷകം പിതാവിന്റെ ഓർമ്മ എന്നാണ് നൽകാം. കാരണം ട്രെയിൻ യാത്രയുടെ അനുഭവത്തിൽ ഭർത്താവിന് തന്റെ അച്ഛനെ ഓർക്കുന്നു.
മുഴുവൻ കഥയിലും അച്ഛന്റെ ഓർമ്മകളും ജീവിതസമരവും പ്രധാനമായി കാണിക്കുന്നു. കുട്ടികളെ, ഇതോടെ നമ്മുടെ വീഡിയോ പൂർത്തിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കാനും മറക്കരുത്. നന്ദി.